ഞാനിത് ചമ്മന്തി ഒന്നും അരയ്ക്കാൻ പോവുകയല്ല. ഞാനിത് പറിച്ച് ഒരു 10-15 ഇല അങ്ങോട്ട് കഴിക്കുകയുള്ളൂ ഒന്നിച്ച്. ആ, അതിന് കുഴപ്പമില്ല. ഇതെല്ലാം കുഴപ്പമില്ല. ഇതെല്ലാം പ്രകൃതി ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന ഔഷധങ്ങളല്ലേ. ഷുഗർ താഴാൻ വേണ്ടിയാണ് ഇത് കഴിക്കുന്നത്. ഒന്ന് കഴുകണ്ടേ? ഇത് കഴിവൊന്നുമില്ല. ഇല്ല, നമ്മൾ മണ്ണിലേക്ക് പോകാനുള്ളൂ. അപ്പം ഞാൻ വലിയ നോട്ടമൊന്നുമില്ല. അശുദ്ധി ഒന്നുമില്ല. അശുദ്ധിയൊന്നുമില്ല. ഇത് ശുദ്ധമായിട്ടുള്ളതല്ലേ, ജൈവമല്ലേ. കുറ്റിയും തൊട്ടാവാടിയൊക്കെ തിന്നുവാണല്ലോ. എന്നാലും വീണ്ടും ഉണ്ടാവും അവിടെ. പിന്നെ ഉണ്ടാവുകയല്ലേ. ഇത് ലക്ഷക്കണക്കിനല്ല നിൽക്കുന്നു. ഓ ഓ ഓ ഓ. അപ്പോൾ ഇത് എന്തുമാത്രം തിന്നാലും ഇത് ആറ്റിടിയല. അപ്പോൾ അങ്ങനെ ഒരു പറമ്പായത്. ഇതെന്താ പരിപാടി? ഞാൻ രാവിലെ ഒരു മുക്കുറ്റി പറിക്കാൻ പോവാ. മുക്കുറ്റി ഇത് പറിച്ച് നടാനാണോ? നടാനല്ല, ഇതെനിക്ക് കഴിക്കാൻ വേണ്ടിയാ. ഇത് കഴിക്കുമോ? പിന്നെ ഇത് പച്ചയ്ക്ക് ഞാൻ കഴിക്കുവാ. ഇപ്പം കണ്ടു. ആണോ? ഇതൊക്കെ വേര്, മണ്ണൊക്കെ കളഞ്ഞാൽ ഈ വേര് ഉൾപ്പെടെ കളയ്ക്കാം. അപ്പം മണ്ണ് കളയുന്നില്ല, ഇവിടം തൊട്ട് കഴിക്കുക. സമൂലം കഴിക്കുക. അപ്പോൾ വേര് ഉൾപ്പെടെ കഴിച്ചാൽ ഗുണമുള്ളൂ? അല്ല, വേരില്ലേലും ബാക്കി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഈ പൂ ഉൾപ്പെടെ. ഇതെന്ത് വേണ്ടി കഴിക്കുന്നേ? ഇപ്പോൾ എനിക്ക് ഷുഗറുണ്ട്. ഷുഗർ താഴാൻ വേണ്ടിയാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ഞാനിത് സ്ഥിരം കഴിക്കുന്ന. ആണോ? പിന്നെ ദിവസം എത്രണ്ണം കഴിക്കും? ദിവസം ഒരെണ്ണം കഴിക്കുള്ളൂ. ഓ, ഒരെണ്ണം വെച്ച് കഴിക്കുന്ന. കൂടുതൽ കഴിച്ചാൽ നമുക്ക് വേറെ സൈഡ് വയറ്റിൽ ഒരു കമ്പീരൊക്കെ ഉണ്ടാവും. വയറ് കമ്പനം ഉണ്ടാവും. അപ്പോൾ അത് ഒരെണ്ണം വെച്ച് കഴിക്കുന്ന കുഴപ്പമില്ല. ഒരെണ്ണം അതിൻ്റെ കണക്ക് ഒരെണ്ണോ. ആണോ? ഇന്നൊന്ന് കഴിച്ച് കാണിച്ചേ. ഇതിപ്പം കഴിക്കാൻ ഞാൻ കഴുകണ്ടേ? ഒന്ന് കഴുകണ്ടേ? ഇത് കഴിവൊന്നുമില്ല. ഇല്ല, നമ്മൾ മണ്ണിലേക്ക് പോകാനുള്ളൂ. അപ്പം ഞാൻ വലിയ നോട്ടമൊന്നുമില്ല. അശുദ്ധിയൊന്നുമില്ല. ഇത് ശുദ്ധമായിട്ടുള്ളതല്ലേ, ജൈവമല്ലേ. ഇത് കഴിക്കാൻ പോവാ. ഇത് ഇങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ്. ചവച്ചരിച്ച് തിന്നുക. ഇത് തുപ്പിക്കളയും ലാസ്റ്റ്. ചണ്ടി നീര് മാത്രമേ ഞാൻ കുടിക്കുള്ളൂ. അപ്പോൾ ഇതിനെന്നാ രുചി? വെറൈറ്റി രുചി, പ്രത്യേകിച്ച് അരുചിയൊന്നുമില്ല. ഇല്ല. അപ്പോൾ നിങ്ങളുടെ ഈ തോട്ടത്തിൽ ഇത് കൃഷി ചെയ്തിട്ടുണ്ടെന്ന് തോന്നേ. ഇത് നിറച്ച് മുക്കുറ്റിയാണോ നിൽക്കുന്നത്? കൃഷി ചെയ്തതൊന്നുമല്ല. ഇവിടെ പ്രകൃതിദത്തമായിട്ട് ദൈവം അനുഗ്രഹിച്ച് ഇവിടെ ഇത് ഉൽപ്പാദിപ്പിച്ചാക്കുന്നു. ഓ, ഇത് നിങ്ങൾക്ക് വേണ്ടി തന്നെ? നമുക്ക് വേണ്ടി അല്ല, ആവശ്യക്കാർക്കൊക്കെ ഇത് ഉപയോഗിക്കാം. ആർക്ക് വേണമെങ്കിലും ഇവിടെ നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ മുക്കുറ്റിയുള്ള തോട്ടങ്ങൾ വളരെ അപൂർവമാണ്. പിന്നെ ഇതിപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ മുക്കുറ്റി ഉണ്ട് ഇവിടെ. ഉണ്ട്. ഇങ്ങനെ ഇതിൻ്റെ അരി വീണ് ഉണ്ടാകുന്നതായിരിക്കും. ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പശു ഈ മുക്കുറ്റിയും തൊട്ടാവാടിയൊക്കെ തിന്നുവാണല്ലോ. എന്നാലും വീണ്ടും ഉണ്ടാവും അവിടെ. പിന്നെ ഉണ്ടാവുകയല്ലേ. ഇത് ലക്ഷക്കണക്കിനല്ല നിൽക്കുന്നു. ഓ ഓ ഓ ഓ. അപ്പോൾ ഇത് എന്തുമാത്രം തിന്നാലും ഇത് ആറ്റിടിയല. അപ്പോൾ അങ്ങനെ ഒരു പറമ്പായത്. അപ്പോൾ ഇതിൻ്റെ വേര് സഹിതം ഇത് പറിച്ച് തിന്നുവാണോ, അല്ലെങ്കിൽ ഇത് തലയ്ക്ക് മാത്രമേ തിന്നുള്ളൂ? പശു തലയ്ക്കാതെ തിന്നുള്ളൂ. അപ്പോൾ അത്രയൊന്ന് വീണ്ടും മുളച്ച് ഉണ്ടാകുമായിരിക്കും അല്ലേ? അപ്പോൾ പശു തിന്നുമ്പം അതിൻ്റെ പാല് കുടിക്കുന്നവർക്കും അതിന് ഗുണമുണ്ട്. പശുക്കളെല്ലാ സാധനവും കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? തൊട്ടാവാടി ഉൾപ്പെടെ, തൊട്ടാവാടി മുക്കുറ്റി എല്ലാം തിന്നുന്നുണ്ടല്ലോ. അതെ. കണ്ടോ, ആ മുക്കുറ്റി എല്ലാം കണ്ടോ, അത് തിന്നത് കണ്ടോ. എന്നാലും ഇവിടെ വീണ്ടും ഉണ്ടാവും. പിന്നെ ഇത് കഴിക്കും തോറും ഉണ്ടായിക്കൊണ്ടിരിക്കും. പഴയത് മാറി പുതിയതുണ്ടാവും. ബോബി, ഇതാണ് കൊടകൻ. ഇത് കൊടകൻ. ഓ, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാ? ഇത് ലിവറിന് കൺകണ്ട ഔഷധമാണ്. ലിവറിൻ്റെ ഏത് അസുഖങ്ങളും മാറ്റും. ഓ, അത് ശരി. ലിവർ. അപ്പോൾ കരൾ സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർ ഈ കൊടകൻ്റെ ഇല പറിച്ച് ചമ്മന്തി അരച്ച് കൂട്ടിയാൽ മതി എല്ലാ ദിവസവും. ചമ്മന്തി ആയിട്ട് കൂട്ടാം. അപ്പോൾ ഒരരുചിയില്ല. നമുക്ക് ചമ്മന്തി ആയിട്ട് ഇത് അരച്ച്. കഴിഞ്ഞ ദിവസമേ 2 ഭായിമാർ നമ്മളവിടെ പണിയാൻ വന്നപ്പം ഇത് നിൽക്കുന്ന കണ്ടോണ്ട് അവന്മാർ പറിച്ചോണ്ട് പോയി. ഭായിമാർ ഇത് കണ്ടാൽ വിടിയല്ലേ. അതെന്തിനു വേണ്ടിയാ? അവർക്ക് ഇതിൻ്റെ ഔഷധ മൂല്യം അറിയാം. ഇവര് ചമ്മന്തി അരച്ച് കൂട്ടുക ചോറിൻ്റെ കൂടെ. ഓ, അതിനു വേണ്ടിയല്ലേ? അപ്പോൾ ഈ കുടകം കഴിച്ചു കഴിഞ്ഞാൽ ലിവർ ഉണരും. അപ്പോൾ ലിവർ ഫങ്ഷൻ ക്ലിയർ ആകുമ്പം നമ്മുടെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ബ്ലഡ് ശുദ്ധി ചെയ്യും. അപ്പോൾ അതാ മെയിൻ കാരണം. പിന്നെ ലിവർ സിറോസിസ് ഉൾപ്പെടെയുള്ള രോഗങ്ങളെ ഇത് ഒരു പരിധി വരെ തടയും. മുൻകരുതലായിട്ടും കഴിക്കാം. ഇത് വരാതിരിക്കാൻ. വന്നു കഴിക്കുന്ന കുഴപ്പമില്ല. വന്നു കഴിഞ്ഞാലും അതിൻ്റെ സിറോസിസ് എന്ന് പറഞ്ഞാൽ ലിവർ ചുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിനെ തടഞ്ഞു നിർത്തും, അവിടെ നിർത്തും.
അപ്പോൾ അതിന് പറ്റിയ സാധനമാണ് കുടവൻ. പച്ചയ്ക്ക് ഇത് കഴിക്കുമോ? ഞാനിത് ചമ്മന്തി ഒന്നും അരയ്ക്കാൻ പോവുകയല്ല, ഞാനിത് പറിച്ച് ഒരു 10-15 ഇല അങ്ങോട്ട് കഴിക്കുകയുള്ളൂ ഒന്നിച്ച്. ആ, അതിന് കുഴപ്പമില്ല. ഇതെല്ലാം കുഴപ്പമില്ല, ഇതെല്ലാം പ്രകൃതി ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന ഔഷധങ്ങളല്ലേ. ശരിയാ, നമ്മുടെ ഈ പിന്നെ കന്നുകാലികളൊക്കെ ഇത് കഴിക്കുന്നതാണോ അല്ലേ? കന്നുകാലി അപ്പം മനുഷ്യരെ എല്ലാവരും ഇപ്പം മോഡേണായിട്ട് ഇതൊന്നും ലിവർ പോവും അങ്ങനെ പോകുന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം ലിവറിനെ സംരക്ഷിക്കുന്ന പച്ചമരുന്ന് ആണ് ഈ കുടകൻ. ശരിക്കും മനുഷ്യനൊരു സസ്യഭുക്ക് തന്നെയാണ്. സസ്യഭുക്കും അല്ലേ? മാംസം കഴിക്കുമെങ്കിൽ പോലും മിശ്രഭോജി ആണെങ്കിലും ഈ പണ്ടുള്ള ആളുകൾ ഇതിൻ്റെ ഇലകളൊക്കെ തിന്നാ ജീവിച്ചോണ്ടിരുന്നത് അല്ലേ? അല്ല, ഇതിൻ്റെ ഔഷധമൂല്യം മനസ്സിലാക്കിയ ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയത്. ഇപ്പം ഇങ്ങനെയുള്ള ഇലകളൊക്കെ കഴിക്കുന്നത് കണ്ടു കഴിയുമ്പം നമ്മുടെ ചാനലിൻ്റെ അടിയിൽ ധാരാളം കമൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ വിട്ടിത്തരമാണ്, ഇതാരോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വിട്ടിത്തരമാണെന്ന് പറയുമ്പം മനുഷ്യൻ ഇവിടെ പച്ചക്കറിയല്ല കഴിക്കുന്നത്. അപ്പോൾ അത് കഴിക്കരുതല്ലോ. ഈ ആധുനിക മെഡിസിൻ തന്നെ കഴിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒരിടങ്ങഴി ഗുളിക തിന്നുകൊണ്ട് ഒരു മനുഷ്യന് ജീവൻ നിലനിർത്താൻ പറ്റുമോ? അപ്പം ചീരയുടെ ഗുണം മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടർമാരെ നിർദ്ദേശിക്കുന്നില്ല. ചീര കഴിക്കണം, ഇലക്കറി കഴിക്കണം, അപ്പോൾ പച്ചക്കറികൾ കഴിക്കണം, വഴുതനങ്ങ, കാബേജ്, തക്കാളി, ഇതെല്ലാം കൂടെ ഇതിൻ്റെ അകത്തെല്ലാം ഇതിൻ്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ടല്ലേ കഴിക്കാൻ പറയും. അതിനേക്കാളും ഗുണമുള്ളതാണ് കണ്ടന്റ് ഉള്ളതുകൊണ്ടല്ലേ. അതിനേക്കാൾ ഗുണമുള്ളതാണ് ഇതൊക്കെ അല്ലേ? ഇത് കൂടുതൽ അളവിൽ കണ്ടന്റുകൾ, ശരീരത്തിന് വേണ്ട കണ്ടന്റ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.